നമസ്കാരം. പുതിയൊരു അവതരണത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സവിശേഷമായ എന്നാൽ വളരെ കൗതുകകരമായ ഒരു വിഷയമാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ചുറ്റുമുള്ള ഈ ലോകത്തെ ശരിക്കും എങ്ങനെയാണ് കാണുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡിന്റെ ചെറിയൊരംശം കൊണ്ട്, അതെ, മിന്നൽ വേഗത്തിൽ നടക്കുന്ന ഈ പ്രക്രിയയ്ക്ക് പിന്നിലെ ശാസ്ത്രം അക്ഷരാർത്ഥത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും അതിലോലവുമായ അവയവങ്ങളിലൊന്നായ കണ്ണിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ അവതരണത്തിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുൻപിലുള്ള ഈ വാക്കുകൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? ആ അക്ഷരങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം നിങ്ങളുടെ കണ്ണുകളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് പല ഘട്ടങ്ങളിലൂടെ കടന്ന് തലച്ചോറിലെത്തുന്നു. അങ്ങനെയാണ് നിങ്ങളതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എത്രമാത്രം അത്ഭുതപ്പെടുത്തുന്നൊരു മെക്കാനിസമാണെന്നറിയാമോ? അപ്പോൾ നമുക്ക് ഭാഗം 1 കടക്കാം. കാഴ്ചയുടെ അത്ഭുതം. പ്രകാശത്തിന്റെ ഈ യാത്രയുടെ ഒരു രൂപരേഖ നമുക്കൊന്ന് നോക്കാം. ഒരു പ്രകാശകിരണം നമ്മുടെ കണ്ണിൽ പതിക്കുന്നതു മുതൽ തലച്ചോറിൽ എത്തുന്നതുവരെയുള്ള യാത്ര പ്രധാനമായും 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. കോർണിയ, കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ, ലെൻസ്, റെറ്റിന, ഒടുവിൽ തലച്ചോറ്. ഈ 5 ഘട്ടങ്ങളുള്ള ഒരു റോഡ് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് ആ യാത്രയെ ഒന്ന് പിന്തുടർന്നു നോക്കാം. ഭാഗം 2. പ്രകാശത്തെ നിയന്ത്രിക്കൽ, അതായത് മുൻനിരയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. പ്രകാശം ആദ്യമായി വന്നു പതിക്കുന്നത് കോർണിയയിലാണ്. ഈ സുതാര്യമായ കവചം പൊടിപടലങ്ങളിൽ നിന്നും അണുക്കളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ. പുറത്തുനിന്ന് വരുന്ന പ്രകാശത്തെ കൃത്യമായി കണ്ണിലേക്ക് തിരിച്ചുവിടുക അഥവാ റിഫ്രാക്റ്റ് ചെയ്യുക എന്ന ഏറ്റവും വലിയ ദൗത്യവും ഇത് നിർവഹിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ കണ്ണിന്റെ ഫോക്കസിംഗ് പവറിന്റെ സിംഹഭാഗവും വരുന്നത് ഈ കോർണിയയിൽ നിന്നാണ്. ഇനി കോർണിയയ്ക്ക് തൊട്ടു പിന്നിലായി കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ സ്ഥിതി ചെയ്യുന്നു. കടുത്ത സൂര്യപ്രകാശമുള്ളപ്പോൾ കണ്ണിലേക്ക് അമിതമായ പ്രകാശം കടന്ന് ഉൾഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഇത് സ്വയം ചുരുങ്ങും. എന്നാൽ ഇരുട്ടിലോ മങ്ങിയ വെളിച്ചത്തിലോ ആരെങ്കിലോ കൂടുതൽ പ്രകാശം ഉള്ളിലേക്ക് കടത്തിവിട്ട് കാഴ്ച വ്യക്തമാക്കാൻ ഇത് വികസിക്കുകയും ചെയ്യും. നോക്കൂ, എന്ത് ഗംഭീരമായൊരു സംവിധാനമാണിത്, അല്ലേ? ഇത് കേൾക്കുമ്പോൾ ഒരു ക്യാമറയുമായുള്ള കണ്ണിന്റെ സാമ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. കണ്ണിന്റെ നിറമുള്ള ഭാഗമായ ഐറിസ്, കൃത്യമായി പറഞ്ഞാൽ ക്യാമറയിലെ അപ്പർച്ചർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഐറിസിലെ പ്രത്യേക പേശികളാണ് കൃഷ്ണമണിയുടെ വലിപ്പം നിയന്ത്രിക്കുന്നതും അതുവഴി ഉള്ളിലേക്ക് പോകുന്ന പ്രകാശത്തിന്റെ അളവ് കൃത്യമായി ക്രമീകരിക്കുന്നതും. ഭാഗം 3. ഫോക്കസ് കൃത്യമാക്കൽ അഥവാ ചലനാത്മകമായ ലെൻസ്. ഈ ലെൻസിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും രസകരമായ ഒരു കാര്യമാണ് അക്കൊമഡേഷൻ. സിലിയറി പേശികളുടെ സഹായത്തോടെ നമ്മുടെ കണ്ണിന്റെ ലെൻസിന് സ്വയം അതിന്റെ ആകൃതി മാറ്റാനുള്ള കഴിവുണ്ട്. നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രകാശം കൃത്യമായി പതിയുന്നതിന് ലെൻസിന് കട്ടി കൂടുകയും ദൂരെയുള്ളവയെ നോക്കുമ്പോൾ ലെൻസിന്റെ കട്ടി കുറയുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ മുന്നിലെ കാഴ്ചകളെ എപ്പോഴും ഏറ്റവും ഷാർപ്പായി നിലനിർത്തുന്നത് ഈ പ്രക്രിയയാണ്. ഭാഗം 4. ചിത്രം പകർത്തൽ അഥവാ സെൻസറി മാറ്റങ്ങൾ. ക്യാമറയുമായുള്ള നമ്മുടെ ആ താരതമ്യം വീണ്ടും തുടരുകയാണെങ്കിൽ റെറ്റിന പ്രവർത്തിക്കുന്നത് ഒരു ഡിജിറ്റൽ സെൻസർ അല്ലെങ്കിൽ ഫിലിം പോലെയാണ്. റെറ്റിനയിലേക്ക് പ്രകാശം കൃത്യമായി ഫോക്കസ് ചെയ്തെത്തുമ്പോൾ അത് ആ പ്രകാശത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. അതെ, ഈ ഒരു നിർണായക ഘട്ടം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ തലച്ചോറിന് പ്രകാശത്തെ ഒരിക്കലും വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാറ്റം സാധ്യമാക്കുന്ന ഫോട്ടോ റിസപ്റ്ററുകൾ എന്ന് വിളിക്കുന്ന 2 തരം കോശങ്ങളാണ്. മങ്ങിയ വെളിച്ചത്തിൽ, അതായത് രാത്രികാലങ്ങളിൽ കാഴ്ച സാധ്യമാക്കുന്നത് ഇതിലെ റോഡുകളാണ്. എന്നാൽ ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. മറുവശത്ത് നല്ല വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന കോണുകളാണ് ചുവപ്പും നീലയും പച്ചയും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് നിറങ്ങൾ തിരിച്ചറിയാനും സൂക്ഷ്മമായ വിവരങ്ങൾ വ്യക്തമായി കാണാനും നമ്മെ സഹായിക്കുന്നത്. ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. ഭാഗം 5. ചിത്രം തിരിക്കൽ. ഇവിടെ തലച്ചോറാണ് പ്രോസസ്സറായി പ്രവർത്തിക്കുന്നത്. റെറ്റിനയിൽ രൂപപ്പെട്ട ഈ വൈദ്യുത സിഗ്നലുകൾ പിന്നീട് ഓപ്റ്റിക് നെർവ് എന്ന ഒരു വലിയ ഹൈസ്പീഡ് കമ്മ്യൂണിക്കേഷൻ കേബിളിലൂടെ അതിവേഗം നിങ്ങളുടെ തലച്ചോറിലേക്ക് അയക്കപ്പെടുന്നു. ഇനി വളരെ കൗതുകരമായ ഒരു വസ്തുത കേൾക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ റെറ്റിനയിൽ പതിയുന്ന യഥാർത്ഥ ചിത്രം തലകീഴായുള്ളതാണ്, അതായത് അപ്സൈഡ് ഡൗൺ. എന്നാൽ തലച്ചോറ് എന്ന വലിയ പ്രോസസ്സർ ആ സിഗ്നലുകൾ സ്വീകരിക്കുകയും ഒട്ടും വൈകാതെ അതിനെ ശരിയായ ദിശയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അത്രത്തോളം വേഗത്തിലാണ് കണ്ണ് തലച്ചോറുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഭാഗം 6. നിങ്ങളുടെ കാഴ്ചയെ സംരക്ഷിക്കൽ,
പരിപാലനവും ശ്രദ്ധയും. ഈ അതിവേഗ പ്രക്രിയകൾക്കെല്ലാം പിന്തുണ നൽകുന്നത് കണ്ണിന്റെ ഘടന തന്നെയാണ്. കണ്ണിന്റെ പുറത്തുള്ള ഉറപ്പുള്ള വെളുത്ത പാളിയായ സ്ക്ലീറ കണ്ണിന് കൃത്യമായ ആകൃതി നൽകുന്നു. കൊറോയിഡ് എന്ന ഭാഗം റെറ്റിനയ്ക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. അതുപോലെ കണ്ണിനുള്ളിലെ ഹ്യൂമറുകൾ എന്നറിയപ്പെടുന്ന ആന്തരിക ദ്രാവകങ്ങൾ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്നു. നമ്മൾ ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും കണ്ണുകൾ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ ചില അടിസ്ഥാന ശീലങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല പോഷകസമൃദ്ധമായ ഭക്ഷണക്രമവും ശുചിത്വവും വളരെ പ്രധാനമാണ്. അതുപോലെ ഇന്ന് നമ്മളിൽ പലരും ചെയ്യുന്നൊരു വലിയ തെറ്റാണ് അമിതമായ സ്ക്രീൻ ഉപയോഗം. അതൊഴിവാക്കേണ്ടതും ഈ സങ്കീർണമായ അവയവത്തെ പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതും തീർച്ചയായും നമ്മുടെ കടമയാണ്. അപ്പോൾ ഈ അവിശ്വസനീയമായ യാത്ര മനസ്സിലാക്കിയ ശേഷം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നാം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ടാണോ കാണുന്നത്, അതോ തലച്ചോറുകൊണ്ടാണോ? കൗതുകമുണർത്തുന്ന ഒരവസാന ചിന്തയോടെ നമുക്ക് ഈ അവതരണം അവസാനിപ്പിക്കാം. പ്രകാശം കണ്ണിലൂടെ കടന്നുപോകുന്ന യാത്ര നമ്മൾ കണ്ടു. പക്ഷെ ആ കാഴ്ച പൂർണ്ണമാകുന്നത് തലച്ചോറ് അതിനെ തിരിച്ചറിയുമ്പോഴാണ്, അല്ലേ? ജീവശാസ്ത്രവും നമ്മുടെ ബോധവും തമ്മിലുള്ള ഈ അത്ഭുതകരമായ ബന്ധത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് തീർച്ചയായും താൽപ്പര്യമുണ്ടാകുമെന്ന് കരുതുന്നു. നന്ദി.